നമ്മളിപ്പോൾ സംസാരിക്കുമ്പം താങ്കൾ അഭിനയിച്ച സൂര്യയോടൊപ്പം തമിഴിൽ അഭിനയിച്ച കറുപ്പ്, മധുബാല നായികയെ വന്ന ചിന്ന ചിന്ന ആശ എന്ന മലയാള ചിത്രം തിയേറ്ററുകളിൽ തകർത്തോടുകയാണ്. കൂടാതെ ഇപ്പം പുതിയ അനന്തൻ കാടെന്നുള്ളൊരു ചിത്രവും റിലീസായിട്ടുണ്ട്. ഞാൻ മനസ്സിലാക്കിയിട്ട് തമിഴ്നാട്ടിൽ തന്നെ ഇപ്പം വലിയൊരു ആരാധക വൃന്ദം വന്നു. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ആനന്ദ വികടൻ്റെ അവാർഡ് ഫംഗ്ഷനിൽ ഗസ്റ്റായിട്ട് പോവുകയും സമുദ്രക്കനിക്ക് അവാർഡ് നൽകുകയും ചെയ്തത് അങ്ങായിരുന്നു. എന്ത് തോന്നി? ഈ തമിഴ്നാട്ടിലെ ഇപ്പോൾ ഒരു വലിയ ഫാൻസ് തന്നെ വന്നിട്ടുണ്ട്. അത് എനിക്ക് തോന്നുന്നു മലയാള സിനിമയ്ക്ക് തന്നെ മൊത്തത്തിലുള്ള ഒരു ഭാഗ്യമായിട്ട് തോന്നുന്നു സാർ. പല നടന്മാരും മുൻപ് നമ്മളെ മലയാള പടമൊന്നും അവിടെ കളിക്കാൻ തന്നെ ഇടം കിട്ടൂലായിരുന്നു. ഇപ്പം അവിടുത്തെ സിനിമകൾ നമ്മൾ സ്വീകരിക്കുന്ന പോലെ നമ്മളെ സിനിമയ്ക്കും അവിടെ ഒരു ഇടം കിട്ടുന്നുണ്ട്. ആ ഭാഷയുടെ ഒരു തടസ്സമൊന്നും വരാതെ തന്നെ എങ്ങനെയോ പുതിയ തലമുറ അവരതിനെയൊക്കെ കവർ ചെയ്ത് അവർ സിനിമയുടെ കണ്ടൻറ്റിലേക്കൊക്കെ പോവുകയാണെന്ന് തോന്നുന്നു. ആ മാറ്റം എന്നെപ്പോലുള്ള പഴയ ആൾക്കാരൊക്കെ വളരെ അതിശയത്തോടെ കാണുന്നു. ഞങ്ങൾ പഴയ ആൾക്കാരാണെങ്കിലും അഭിനയത്തിൽ എപ്പോഴും പുതുമ ഇങ്ങനെ കൊണ്ടുവന്നുകൊണ്ടേ ഇരിക്കുകയാണ്. പ്രത്യേകിച്ച് മട്ടാഞ്ചേരി സുകുമാരൻ കറുപ്പിലെ ഒരു പ്രധാന കഥാപാത്രമാണ്. ആദ്യത്തെ പകുതി ശരിക്കും സുകുമാരൻ എന്നുള്ള കഥാപാത്രമാണ് നിറഞ്ഞു നിൽക്കുന്നത്. എങ്ങനെയാണ് അതിലേക്ക് എത്തിയത്? അവിടുത്തെ താരങ്ങളൊക്കെ വലിയ ഇഷ്ടമാണ്. സൂര്യ പടമെന്ന് കേൾക്കുമ്പോൾ നമുക്ക് ഭയങ്കര കൊതിയാണ്. പക്ഷേ ഈ ഭാഷയിൽ ഒരുപാട് അറിയാം. നമ്മൾ ഈ കോമഡിയൊക്കെ ചെയ്തു വന്നുകൊണ്ട് അറിയാം നമ്മുടെ മലയാള ഭാഷയുടെ ചില കുഞ്ഞ് ഊട് വഴിയുള്ള ഒരു മുക്കലും മൂളലും ഒക്കെ വെച്ചായിരിക്കും ചിലപ്പോൾ നമ്മൾ എതിർ ഡയലോഗിനെ അത് കവർ ചെയ്യുന്നത്. പക്ഷെ അത് അത്രയും സ്വാധീനം നമുക്ക് അറിയാത്തൊരു ഭാഷയിൽ കിട്ടത്തില്ലല്ലോ എന്നുള്ള ആദ്യമുണ്ട്. പിന്നെ ഇതിൻ്റെ ഡയറക്ടർ പല പ്രാവശ്യം വിളിച്ചു പറഞ്ഞിട്ട് ഇത് പേടിക്കണ്ട, ഇതൊരു മലയാളി ക്യാരക്ടറാണ്, മലയാളി പറയുന്ന തമിഴ് എങ്ങനെ അങ്ങനെ തന്നെ പറഞ്ഞോളൂ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ആ സ്വാതന്ത്ര്യം വെച്ചിട്ട് പിന്നെ പോയതാണ് സാർ.